ഇന്ത്യ തകർത്ത ഭീകര ശൃംഖല ഷഹസാദ് ഭട്ടി നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പാകിസ്ഥാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഈ സംഘം സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ചാണ് വലിയ അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്താൻ ഇറങ്ങിയത്. ഇന്ത്യയിൽ നടത്താനുള്ള ആക്രമണങ്ങൾക്ക് അതിർത്തി കടന്നെത്തുന്ന ഭീകരരെ ആശ്രയിക്കാതെ ഇന്ത്യക്കാരെ തന്നെ ഉപയോഗിക്കുക എന്ന തന്ത്രമാണ് ഇവർ പയറ്റിയത് എന്നാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന് വിവരം കിട്ടിയിരിക്കുന്നത്. പ്രധാനമായും ഹിന്ദു സിഖ് വിഭാഗത്തിലുള്ളവരെ, സ്ത്രീകളെ, പ്രായപൂർത്തിയാകാത്ത കുട്ടികളെയൊക്കെ ഈ സംഘത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിച്ചു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. 200-ലധികം ആളുകളെ പിടിച്ചതോടെയാണ് ഈ വലിയ നെറ്റ്വർക്കിന്റെ പ്ലാൻ പൊളിഞ്ഞത്. ടി.ജി. സയ്യിദ് വിവരങ്ങളുമായി ചേരും. സയ്യിദ്, വലിയ ഒരു പ്രവർത്തനമായിരുന്നു. അത് സാധ്യമായിരുന്നുവെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്നുള്ളത് നമ്മൾ വല്ലാതെ അമ്പരപ്പോടെയാണ് കേൾക്കുന്നത്. ഇപ്പോൾ എന്തൊക്കെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്? രഞ്ജിത്ത്, അതിർത്തി കടന്നുള്ള തീവ്രവാദം, ഇതാണ് നമ്മൾ പൊതുവിൽ രാജ്യത്തെ വിഘടനവാദ പ്രവർത്തനങ്ങളെ പൊതുവിൽ വിളിക്കാറുള്ളത്. പക്ഷേ ഇത്തവണ അതിർത്തി കടന്നു വരുന്ന തീവ്രവാദികളല്ല, മറിച്ച് രാജ്യത്തിനകത്ത് ഉള്ളവരെ തന്നെ ഇത്തരം തീവ്രവാദി സംഘങ്ങൾ ആയുധമാക്കി എന്നതാണ് രഹസ്യാന്വേഷണ വിഭാഗവും ഒടുവിൽ ആഭ്യന്തര വകുപ്പും ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. അതിൽ ഹിന്ദു സിഖ് വിഭാഗങ്ങളടക്കം മുസ്ലിം വിഭാഗങ്ങളടക്കമുള്ളവരെ ഉൾപ്പെടുത്തുന്ന ഒരു ടീം കേന്ദ്രീകരിക്കുകയായിരുന്നു ഈ സംഘടന ചെയ്തത്. ഇതിൻ്റെ ഭാഗമായി രാജ്യത്തിൻ്റെ പല സ്റ്റേറ്റുകളിലും വിപുലമായ റിക്രൂട്ടിംഗ് നടന്നു എന്നാണ് കണ്ടെത്തൽ. ഇതിന്റെ ഭാഗമായുള്ള അറസ്റ്റിലാണ് 200 പേരെ പിടികൂടുന്നത്. തീരുന്നില്ല, ഇനിയും ഇത്തരം സംഘങ്ങൾ രാജ്യത്ത് പ്രവർത്തിക്കുന്നോ എന്ന അന്വേഷണത്തിലേക്ക് കൂടി കടക്കുകയാണ്. ഓഗസ്റ്റ് 12-ന്, അതായത് നമ്മൾ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നതിന് 3 ദിവസം മുമ്പാണ് ഈ സുപ്രധാനമായ റെയ്ഡിൽ ഇത്ര അധികം അറസ്റ്റുണ്ടായത്. ഇതിൽ ഏറ്റവും അധികം ആളുകൾ പിടിയിലായത് ഉത്തർപ്രദേശിൽ നിന്നാണ്. ഒപ്പം തന്നെ കേരളമടക്കമുള്ള, കേരളത്തിൽ നിന്ന് 2 പേരടക്കം മറ്റ് സംസ്ഥാനങ്ങൾ, ഹരിയാന, ബീഹാർ, ഒപ്പം തന്നെ പഞ്ചാബ് അടക്കമുള്ള മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നെല്ലാം വിപുലമായ അറസ്റ്റുകളും പരിശോധനകളും നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ സംഘത്തിൻ്റെ പ്രവർത്തനം സംബന്ധിച്ച ആഭ്യന്തര വകുപ്പ് പുറത്തുവിടുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്. രാജ്യത്തിനകത്തുള്ളവരെ തന്നെ റിക്രൂട്ട് ചെയ്യുന്നു. ഇവർ നൽകുന്ന വിവരത്തിനനുസരിച്ചുള്ള പ്രതിഫലം നൽകുകയാണ്. 10,000 രൂപയോ അതിനോടടുത്ത തുകകളോ ഒക്കെയാണ് പ്രതിഫലം നൽകുന്നത്. പ്രധാനപ്പെട്ട ആൾ കൂടുന്ന ഇടങ്ങളിൽ CCTV അടക്കം സ്ഥാപിച്ച് ഇതിൻ്റെ ആക്സസ് രാജ്യത്തിന് അപ്പുറത്തേക്ക് കൊടുക്കാനുള്ള ശ്രമങ്ങൾ പോലും നടന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടുന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾ അപ്പം കൈമാറുക എന്ന മറ്റൊരു നീക്കം കൂടിയാണ് നടക്കുന്നത്. നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള പല തീവ്രവാദ ഗ്രൂപ്പുകളും അതിർത്തി കടന്ന് നുഴഞ്ഞുകയറ്റക്കാരായി വന്ന് രാജ്യത്തിൻ്റെ തന്ത്രപ്രധാന മേഖലകളിൽ പല നീക്കങ്ങളും നടത്തുന്നു എന്നാണ് കണ്ടുവരുന്നത്. പക്ഷേ ഇത് രാജ്യത്തിനകത്ത് തന്നെ പലതരത്തിലുള്ള റിക്രൂട്ട്മെൻറ്റുകളും നടന്നു എന്നതാണ് ഇപ്പോൾ ലഭിച്ചു വരുന്ന വിവരം. ഒരുപക്ഷേ ഇതിലും അധികം, ഇപ്പോൾ അറസ്റ്റ് നടന്നതിൽ അധികമുള്ള നീക്കങ്ങൾ നടന്നിരിക്കാം. അത് സംബന്ധിച്ച പരിശോധനകൾ കൂടി നടക്കുകയാണ്. ഇവരുടെ പക്കൽ നിന്നും വലിയ തരത്തിലുള്ള IEDകൾ, ഒപ്പം തന്നെ മറ്റ് പരിശോധന സെർച്ചിങ് സംവിധാനങ്ങളടക്കം കണ്ടെത്തിയിട്ടുമുണ്ട്. രാജ്യത്ത് വലിയ തരത്തിലുള്ള ആക്രമണങ്ങളോ അല്ലെങ്കിൽ ബദൽ നീക്കങ്ങളോ, നമ്മുടെ ഭരണ സംവിധാനങ്ങളെ അട്ടിമറിക്കാനുള്ള ബദൽ നീക്കങ്ങൾക്കോ ഈ സംഘം തുനിഞ്ഞിരുന്നു എന്ന സംശയം കൂടി ആഭ്യന്തര വകുപ്പ് പുറത്തുവിടുന്നുണ്ട്. ഇന്നലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഈ സുപ്രധാന വിവരം പുറത്തുവിടുന്നത്. അതിന് പിന്നാലെ തന്നെ ഇത് സംബന്ധിച്ച് സർക്കാരിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ, നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ, ഇൻ്റലിജൻസ് ഏജൻസികളടക്കം നടത്തിയ വലിയ ദൗത്യത്തെ അഭിനന്ദിച്ചുകൊണ്ട് മറ്റു മന്ത്രിമാരടക്കം രംഗത്ത് വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഓഗസ്റ്റ് 15 പ്രധാനപ്പെട്ട ദിവസം നടത്താൻ പദ്ധതിയിട്ട വളരെ പ്രധാനപ്പെട്ട ഓപ്പറേഷൻസിനെയാണ് സുരക്ഷാ സേന തകർത്തു എന്നതാണ് ആഭ്യന്തര വകുപ്പ് പുറത്തുവിടുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഇപ്പോൾ അതിർത്തി കടന്നതിനപ്പുറം രാജ്യത്തിനകത്ത് തന്നെ ഉള്ളവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഇപ്പോഴത്തെ ഈ വിഘടനവാദ നീക്കത്തിന് വളരെ ജാഗ്രതയോടെയുള്ള നീക്കത്തിനാണ് ഇപ്പോൾ സുരക്ഷാ സേന ഒരുങ്ങുന്നത്. സയ്യിദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.